ഭൂമിയിലെ മനുഷ്യരാശിക്ക് സയൻസ് ഫിക്ഷൻ കൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടോ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. നേട്ടം ഉണ്ടോ? ആ കൊച്ചു പറഞ്ഞ കറക്റ്റാണ്. സയൻസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി സയൻസ് ഫിക്ഷൻ ഹെൽപ്പ് ചെയ്യും. സാറ്റലൈറ്റുകൾ ആരാണ് ആദ്യം കണ്ടുപിടിച്ചത്? ആരുടെ മൈൻഡിലാണ് വന്നത്? ആർതർ സി ക്ലാർക്ക് എന്ന് പറയുന്ന നോവലിസ്റ്റിന്റെ തലച്ചോറിൽ ഉദിച്ച ഒരു ആശയമാണ് ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന സാറ്റലൈറ്റുകൾ. അത് അദ്ദേഹത്തിന്റെ നോവലിൽ പറഞ്ഞു. അത് ആരുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവും? സയന്റിസ്റ്റുകളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവും. അപ്പൊ സയന്റിസ്റ്റുകള് അതിനെക്കുറിച്ച് ഗവേഷണം നടത്തി അത് പ്രാവർത്തികമാക്കി. 20 വർഷം 25 വർഷമോ 50 വർഷമോ എടുത്തു എന്ന് വരും. പക്ഷെ എന്നാലും അത് ആദ്യം നമുക്കൊരു ആശയം കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. കാറൊക്കെ ഓടിക്കാൻ വേണ്ടി നമുക്ക് പ്രായമായി കഴിയാൻ പറ്റില്ല അല്ലേ? അപ്പൊ നമുക്ക് ആരെയും അതിനു വേണ്ടി നിയോഗിക്കാൻ പറ്റാം? റോബോട്ട്. ഇപ്പൊ റോബോട്ടും വേണ്ടല്ലോ, ഡ്രൈവർ ഇല്ലാത്ത ഓടുന്ന കാറുകൾ വന്നു അല്ലേ? അപ്പൊ ഇതൊക്കെ ആദ്യം എവിടെയാ വന്നത്? സയൻസ് ഫിക്ഷൻ കൃതികളിലാണ് വരുന്നത്. സയൻസ് പുരോഗമിക്കണമെങ്കിൽ ശാസ്ത്രജ്ഞര് കൂടുതലായിട്ടുണ്ടാവണം അല്ലെ? സയന്റിസ്റ്റ് ആവണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നണമെങ്കിൽ എന്തായിരിക്കും എന്നെ ഇൻസ്പയർ ചെയ്യാം? അവരുടെ വായനയിൽ നിന്നായിരിക്കും അവർക്ക് സയന്റിസ്റ്റ് ആവണമെന്നോ അല്ലെങ്കിൽ ഇന്നൊരു സാധനം കണ്ടുപിടിക്കണം എന്നുള്ള ആഗ്രഹം വരാം. അപ്പൊ ഇൻസ്പയർ ചെയ്യുന്നു സയന്റിസ്റ്റുകൾ ആവാനുള്ള പേഴ്സണാലിറ്റീസിനെ വാർത്തെടുക്കാൻ വേണ്ടി സയൻസ് ഫിക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ. ഫ്യൂച്ചർ പ്ലാനിങ്. പഴയ നഗരങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചില നഗരങ്ങൾ പ്ലാൻഡ് സിറ്റീസ് ആണ്. പൂനെ ഒരു പ്ലാൻഡ് സിറ്റിയാണ്. വടക്കേ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഇപ്പൊ പ്ലാൻഡ് സിറ്റീസ് ആയി വരുന്നുണ്ട്. അപ്പൊ ഈ ഫ്യൂച്ചർ പ്ലാനിങ്ങിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സയൻസ് ഫിക്ഷൻ. ഓക്കെ.